വയനാട്ടിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. ബത്തേരിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് മിഠായി പ്രചരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് മിഠായി വാങ്ങിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഈ ലഹരി അടങ്ങിയ മിഠായികളെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി ഈ മിഠായി വാങ്ങുന്നു എന്ന് ആദ്യമായി കേൾക്കുകയാണ്. എന്താണ് ആ സംഭവം സുർജിത്ത്? കഴിഞ്ഞ ദിവസമാണ് ബത്തേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയത്. ഈ കുട്ടികൾ അസാധാരണമായ വിധത്തിൽ കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് പോകുന്നത്. തുടർന്നാണ് ഈ മിഠായി കണ്ടെടുക്കുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇത് ആ കോളേജിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി നൽകിയതാണ്, വിൽപ്പന നടത്തിയതാണ് എന്നുള്ള തരത്തിൽ ആണ് പറഞ്ഞത്. ഒരു പാക്കറ്റിന് 30 രൂപ നിരക്കിൽ അത് വിൽപ്പന നടത്തിയെന്നുള്ള വിവരം കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ചോദ്യം ചെയ്തു. ആ കുട്ടി പറയുന്ന കാര്യം ഇത് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഈ മിഠായി വാങ്ങിയതെന്നുള്ളതാണ്. ഇതിൽ കഞ്ചാവിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി മിഠായി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വ്യാപകമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മിഠായി പ്രചരിക്കുന്നുണ്ട്. അത് മധുരമടങ്ങിയ ഒരു മിഠായിയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ കഞ്ചാവിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള നിലയിൽ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇത് വ്യാപകമായി മിഠായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് ഉള്ളത്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഇത് കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും മറ്റും നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അത്രമാത്രം ഇത് ഈ മിഠായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ എന്നൊക്കെ എഴുതിയ ഒരു പേജ് ഒരു സൂപ്പർ എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഒരു മഞ്ഞ കവറിലാണ് ഇത് എത്തിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായ കാര്യമാണ്. സ്വാഭാവികമായും പോലീസ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ബത്തേരി പോലീസാണ് ഇപ്പോൾ 2 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, എന്ന് പറഞ്ഞാൽ ആശങ്കാജനകമാവണ്ണം കൂടുതൽ സ്കൂൾ കുട്ടികൾക്കിടയിലൊക്കെ ഇതിന് പ്രചാരമുണ്ട് എന്നാണോ പോലീസ് പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. അതായത് ഈ പോലീസിന് തോന്നിയ സംശയമാണ് ഇതിനെല്ലാം തന്നെ കാരണം കുട്ടികൾ അസാധാരണമായ തലത്തിൽ ചില ഇടങ്ങളിൽ കൂടി നിൽക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരാളെ പിടികൂടി. അതിൽ ഈ വിഷയത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ഇതിനുശേഷം ഇത് ലഭിച്ചത് മറ്റൊരു കുട്ടിയിൽ നിന്നാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ആ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തു. അതിൽ നിന്നാണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ ഒരു ഈ ലഹരിയുടെ ഈ സ്വാധീനമുണ്ടാക്കുന്ന ഈ മിഠായി കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമായത്. തുടർന്നാണ് ഇത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവിൻ്റെ കണ്ടന്റുള്ള മിഠായി അത് പ്രചരിക്കുന്നു വ്യാപകമായി എന്നുള്ള തരത്തിൽ ഉള്ള പ്രതികരണമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അല്പസമയം മുമ്പ് വരെ ലഭ്യമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആശങ്കയുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ രീതിയിൽ തന്നെ പ്രചരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടുത്തുന്ന, ജാഗ്രതയോടെ ഇരിക്കേണ്ട ആ വിവരങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ ലഹരികൾ ഏത് രീതിയിലാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ കുറേയധികം MDMA അല്ലെന്നും ഡയറി മിൽക്കിലൊക്കെ കലർത്തി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതിപ്പോൾ ലഹരി കണ്ടനടങ്ങിയ മുട്ടായി ഏതോ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി കുട്ടികൾ വരുത്തി അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഭീകരമാണ്. അപ്പോൾ അത് പോലീസ് എന്തായാലും അന്വേഷിക്കട്ടെ.